രാഗതയുടെ ബയോഡേറ്റയ്ക്ക് ശേഷം ആറ്റുന്നതും നീറ്റുന്നതും നീയേ വാക്കേ എന്ന് പറഞ്ഞു. വാക്കിന്റെ പരമമായ സത്യവും സ്വത്വവും പഴകി തെളിച്ച മൺകട്ടകളല്ല, വാക്ക് പരമമായ സത്യമാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. കുരിപ്പുഴ ശ്രീകുമാർ ഏതാണ്ട് 35 വർഷം മുമ്പാണ് വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ ഓർക്കുവാനെന്തുണ്ട് കൂട്ടുകാരി കാക്കക്കറുമ്പുള്ള മറ്റും ചെല്ലും. വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ ഓർക്കുവാനെന്തുണ്ട് കൂട്ടുകാരി കാക്കക്കറുമ്പുള്ള മറ്റും ചെല്ലും. ഈ കവിതാ പുസ്തകം അകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ വരികളായിരുന്നു. വാക്കരിയുന്ന അടുപ്പ്. തീർച്ചയായും ഈ കവിത തുടങ്ങുന്നത് വാക്കിൽ നിന്നാണ്. വായില്ലാ കുന്നിലമ്മ. വായില്ലാ കുന്നിലമ്മ എന്ന് പറയുമ്പോഴും വാക്കാണ്, നിഷേധിക്കപ്പെട്ട സ്വത്വമാണ്. വാക്ക് നാക്കാവുന്നു, നാവോ സരസ്വതിയും എന്ന് പറയുന്നു. ആ വാക്ക് എന്ന കവിത, വായില്ലാ കുന്നിലമ്മ എന്ന കവിത ഇത് തുടങ്ങി അവസാനിക്കുന്നത് വേര് എന്നൊരു കവിതയാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, കവിതയുടെ നൈതിക ബോധത്തിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു നീതിബോധമുള്ള ചിന്തകളുടെ പ്രതിഫലനങ്ങൾ ഈ കവിതകൾ ഉടനീളം കാണാൻ കഴിയും. കാവ്യരസ പ്രക്രിയയുടെ നീതിശാസ്ത്രം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ കൃത്യമായിട്ടും വ്യാഖ്യതയുടെ കവിതകളുണ്ട്. ഈ ലോകം, നാം ജീവിക്കുന്ന ലോകം എന്നത് പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള, ദ്രവ്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള 7 പദാർത്ഥങ്ങൾ. നീതിശാസ്ത്രം, ന്യായശാസ്ത്രം 7 പദാർത്ഥങ്ങളെയാണ് പറയുന്നത്. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം, 7 പദാർത്ഥങ്ങൾ. അതിൽ വീണ്ടും ദ്രവ്യങ്ങളെ 9 ദ്രവ്യങ്ങളായി നീതിശാസ്ത്രം മാറ്റി നിർത്തപ്പെടുകയാണ്, വേർതിരിക്കുകയാണ്. പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, കാലം, ദിക്കാത്മാവ്, മനസ്സ് എന്നിങ്ങനെ 9. പൃഥ്വി, ജലം, തേജസ്, ആകാശം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളില്ലാത്ത ഒരു എഴുത്ത് അല്ലെങ്കിൽ കാവ്യചിന്ത ഈ പ്രകൃതിയിൽ അസംഭവമാണ്. അങ്ങനെ ദ്രവ്യ, ഗുണകർമ്മ, സാമാന്യ, വിശേഷ, സമവായങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളെയും പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മാവും, മനസ്സും 9 ദ്രവ്യങ്ങൾ സമ്മേളിക്കുന്ന കാവ്യഭാഷയുടെ സങ്കലനം ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. കവിതയുടെ നീതിബോധം, അതിൻ്റെ നീതിശാസ്ത്രം ഒട്ടാകെ തന്നെ ഈ വാക്കിൻ്റെ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആറ്റി കുറുക്കി വെച്ചിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശീത സ്പർശവത്വമാണ്. ജലത്തിൻ്റെ ലക്ഷണം തണുത്ത സ്പർശമാണ്. ഒരു തണുത്ത സ്പർശത്തിൽ നിന്ന് പൊള്ളുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ലോകത്താണ് സ്നേഹത്തിൻ്റെ തണുത്ത സ്പർശം. ആ സ്നേഹത്തിൻ്റെ തണുത്ത സ്പർശത്തിൽ നിന്ന് സ്നേഹം പൊള്ളുന്നൊരു യാഥാർത്ഥ്യമായിട്ട് പരിണമിക്കുമ്പോഴുണ്ടാവുന്ന തിരിച്ചറിവാണ് വാക്കിൻ്റെ വിശുദ്ധി. അവിടെ വാക്കുകൾ അപ്പാടെ മാറപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെ നനുത്ത സ്വപ്നം, നനുത്ത ആ സ്പർശം അനുഭവത്തിൽ നിന്ന് ജീവിതമെന്ന് പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചറിവാണ് വ്യത്യസ്തമാക്കുന്നത്. ഒരാളെ ജീവിതത്തെ, എഴുത്തിനെ, കർമ്മത്തെ ഒക്കെ വ്യത്യസ്തമാക്കും. ആ ജീവിതം പഠിപ്പിച്ച, ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ജീവിത പാഠങ്ങൾ ഈ കവിതകളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് ഏറെ സന്തോഷം തരുന്നതാണ്. കവികളെ സംബന്ധിച്ചും കവിതയെ വായിക്കുന്ന ആസ്വാദകൻ എന്ന നിലയിലും ജീവിതത്തിൻ്റെ അടയാളങ്ങൾ, അനുഭവങ്ങൾ, അതിൻ്റെ ചൂടും അത് വായിച്ചനുഭവിക്കുന്നത്. പുസ്തകങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത് പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളെന്നാണ്. അത് അലമാരകളുടെ ഷെൽഫിൽ നിന്നും നമ്മുടെ പുസ്തക സഞ്ചികളിൽ നിന്നും ബാഗിൽ നിന്നുമെല്ലാം പുറത്തെടുത്ത് തുറന്ന് വായിക്കപ്പെടുമ്പോഴാണ് അവർക്ക് മോക്ഷം കിട്ടുകയെന്നാണ്. അത്തരത്തിൽ വലിയ മോക്ഷപ്രാപ്തിയുടെ ലോകത്തിലേക്ക് ഒരു പുസ്തകം കൂടി ഇന്നിവിടെ വെളിച്ചം കാണുകയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടണം, വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. തീർച്ചയായിട്ടും ജീവിതാനുഭവങ്ങൾ കൈപ്പേറിയതാണ്. ആ കയ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പരിചയപ്പെടുന്ന ഒന്നില്ല. അവിടെയാണ് വൈദ്യശാസ്ത്രവും സാങ്കേതികമൊക്കെ മികച്ചത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും
അനുഭവപ്പെടുന്ന രണ്ട് ദുഃഖങ്ങളാണ് സാധാരണ മനുഷ്യൻ. ശാരീരിക ദുഃഖങ്ങൾ, മാനസിക ദുഃഖങ്ങൾ. ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് എന്താണ് എന്ന് കവിതയിലേക്ക് വരാൻ കഴിയുള്ളൂ. സാധാരണ വാത പിത്ത ശ്ലേഷ്മങ്ങളുടെ വേരിയേഷനെ കൊണ്ട്, ഏറ്റക്കുറച്ചിനെ കൊണ്ട് ശരീരത്തിൽ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചാൽ മാറും. ഗുഗുല അരിഷ്ട കഷായങ്ങളെ കൊണ്ട് ഇത് മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. മാനസിക ദുഃഖം എന്ന് പറയുന്നത് യക്ഷ രാക്ഷസ പിശാചാതി നിബന്ധനം മാനസ ദുഃഖം. യക്ഷന്മാര്, രാക്ഷസന്മാര്, പിശാചുക്കൾ ഇവയുടെ ബാധയാണ് ദുഃഖമെന്ന് ആ കാലത്ത് പറഞ്ഞിരുന്നു. ദുഃഖത്തെക്കുറിച്ച്, മാനസിക ദുഃഖത്തെക്കുറിച്ച്. ഈ കാലത്ത്, പുതിയ കാലത്ത് ആ നിർവചനങ്ങളോട് ഒരിക്കലും ഒരാളും നീതി പുലർത്തി പോവുകയില്ല. എന്നാൽ അതിൻ്റെ വാക്കിൻ്റെ ശരിയായ അർത്ഥത്തിലേക്കൊന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ യക്ഷന്മാര്, രാക്ഷസന്മാര്, പിശാചുക്കൾ എന്ന് പറയുന്നത് തെറ്റായ അറിവും തെറ്റായ ചിന്തയും തെറ്റായ വ്യാപാരവുമാണ്. അറിവില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അറിവില്ലാതെ പറയുന്ന വാക്കുകളും നമ്മളെ പ്രയാസപ്പെടുത്തും. വാക്ക് ആയുധമാണ്, മൂർച്ചയേറിയതാണ്. അക്ഷരങ്ങൾ ആയുധമായി ധരിക്കുന്ന ഒരാൾക്ക് വാക്ക് അവനെ സംബന്ധിച്ച് പരമമായ ഒരു ആയുധമാണ്. അങ്ങനെ രാഖിതയുടെ ഏറ്റവും വലിയ ആയുധ ശേഖരമായിട്ട് ഈ വാക്കുകളെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വാക്കിൻ്റെ പരമമായ ആയുധങ്ങൾ, അക്ഷരായുധങ്ങളുടെ അകമ്പടി ഈ വാക്കുകളിൽ, ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. 46 കവിതകളും ഒന്നിനൊന്ന് കണക്ട് ചെയ്യപ്പെട്ട കവിതകളാണ്. വൈല കുഞ്ഞിലമ്മ എന്ന് തുടങ്ങുന്ന വാക്കിൻ്റെ, നാവിൻ്റെ, ശബ്ദത്തിൻ്റെ, വാക്കും നാവും ശബ്ദം, ആകാശമില്ലാതെ ശബ്ദത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. നാവില്ലാതെ വാക്കുകൾ പുറത്തേക്ക് വരികയില്ല. ആ കണ്ടനാളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിൻ്റെ സ്വരാനുഗതമായ ആ പുറപ്പെടലുകളിൽ സഞ്ചരിക്കേണ്ട ശബ്ദത്തിന് അധികരണമായിട്ടുള്ള ആകാശമാണ്. ആ ശബ്ദത്തിൻ്റെ ശബ്ദവീചികളിൽ അങ്ങ് സഞ്ചരിച്ചെത്തുമ്പോഴുണ്ടാകുന്ന തീവ്രവും ഏതൊക്കെ ഭാവങ്ങളായിക്കോട്ടെ, സ്നേഹത്തിൻ്റെതാകാം, പ്രണയത്തിൻ്റെതാകാം, അനുഭവങ്ങളുടേതാകാം, പ്രതിഷേധത്തിൻ്റെതാകാം, പ്രതികരണങ്ങളുടേതാകാം, എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടുപോകുന്ന വാക്കിൻ്റെ പരമമായ യാത്ര, അത് വേരുകൾ തേടിയുള്ള യാത്രയാണ്. സ്വത്വപരമായ വേര് തേടി. ഈ കവിതയായ പുസ്തകത്തിലെ ആദ്യം കണ്ട 2-3 വരി അമ്മയ്ക്ക്, മാമയ്ക്ക്, സ്നേഹത്തിന്. മനുഷ്യൻ ഈ ഭൂമിയിൽ പിറവികൊള്ളുന്നത് ഈ ലോകത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അഭിമാനം ചെയ്യാം. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ശ്വാസം പുറത്തേക്ക് വരുന്ന സമയത്ത് അവനിൽ നിന്ന് വരുന്ന വിളി അമ്മേ എന്ന വിളിയാണ്. അമ്മയാണ് മനുഷ്യർക്ക് ദേവരിൽ വെച്ച് ദേവത. അമ്മ ചൊല്ലണ കേട്ടല്ലേ ഞങ്ങൾ ഈ നിലയിലായത്. മധ്യമഭാഗത്തിലെ ഭീമന്റെ ആത്മഗതമാണ്. ഭാസൻ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയാണ് മനുഷ്യർക്ക് ദേവരിൽ വെച്ച് ദേവത. അമ്മ ചൊല്ലണ കേട്ടല്ലേ നമ്മൾ ഈ നിലയിലായത്. അമ്മയാണ്. അച്ഛനെ ആരെന്ന് പറഞ്ഞു തരുന്നതും അച്ഛനെന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അമ്മയാണ്. ആ അമ്മയെ ഓർത്തുകൊണ്ടൊരു പുസ്തകം, മാമയെ ഓർത്തുകൊണ്ടൊരു പുസ്തകം. അമ്മ, മലയാളികൾക്ക് അമ്മ ഒരു വികാരമാണ്. 2 അക്ഷരം മാത്രമുള്ള ഒരു മഹാകാവ്യമുണ്ടെങ്കിൽ അത് അമ്മ എന്ന് തന്നെയാണ്. വചനങ്ങൾക്കും അപ്പുറം അക്ഷരങ്ങൾ നമ്മൾ അനുഭവിപ്പിക്കുന്ന വൈകാരികമായ ഭാവതലങ്ങൾ. അമ്മയെ ഓർത്തുകൊണ്ട് ഒരു പുസ്തകം. മറ്റ് കവിതകളെക്കുറിച്ചൊക്കെ മാഷ് ഒരു ചുരുക്കത്തിൽ കടന്നുപോയി. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ തീവ്രമായ ആഴവും പരപ്പുമൊക്കെ വായനയ്ക്ക് സമ്മാനിക്കുന്ന പുസ്തകമാണ്. എത്ര വെട്ടിത്തെളിച്ചു അസ്വസ്ഥതയുടെ കാടുകൾ, എന്നിട്ടും പെറ്റുപെരുകുന്നു ജീവിതം നട്ട കാഞ്ഞിരം. അനുഭവങ്ങൾ കയ്പാണ്. ഓർക്കുന്തോറും തികട്ടി വരുന്ന കയ്പാണ്. ആ കയ്പിൽ തിളച്ചുയർന്നു വരുന്നത് ആ ഓർമ്മകളെ ആറ്റി തണുപ്പിക്കുവാൻ അല്പം മധുരം ചേർത്ത് വീണ്ടും വീണ്ടും കുടിക്കുക. അങ്ങനെ തന്നെയാണ് സാമാന്യ ജനങ്ങൾ. ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ദൂരമുണ്ട്. അതാണ് ജന്മം എന്ന് പറയുന്നത്. ആ ചായ്ക്കും മായ്ക്കും ഇടയിലുള്ള ഒരു ചില്ലക്ഷണം അത് മാഞ്ഞു പോകുമ്പോൾ ജന്മം എന്ന